പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മണിയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ക്രിഷ്. ഇതേ തുടർന്ന് ക്രിഷ് എത്രയും പെട്ടെന്ന് തന്നെ മാനസികമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറണം എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. ഇതിന്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിന് തയ്യാറായി കൊണ്ട് എത്തുകയും ചെയ്യുന്നു. മാനസിയെ ഒഴിവാക്കുന്നതിനായി ഒരു ഉപായം എനിക്ക് പറഞ്ഞു തരണം എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കൺമണിയോട് ക്രിഷ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല മുന്നിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ്. ഈ കാര്യം ഇതേ തുടർന്ന് അറിയുന്ന കൺമണി ഇതേപ്പറ്റി ആലോചിക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്യുന്നു. പക്ഷേ മാനസ മേഡത്തെ എങ്ങനെയാണ് ഉപദ്രവിക്കുക എന്നുള്ള ചോദ്യവും ബാക്കിയാവുകയാണ്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യവും ഇതേ തുടർന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ്. മാനസയോട് കാര്യങ്ങൾ സംസാരിച്ചാൽ അത് ശരിയാകുമോ എന്നുള്ള ചോദ്യവും ഇതേ തുടർന്ന് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു. മാനസ ഒരിക്കലും സ്നേഹം കൊണ്ടല്ല കൃഷിന്റെ പിന്നാലെ ഉള്ളത് എന്നുള്ള കാര്യം കൺമണിക്ക് ആദ്യമേ തന്നെ അറിയാമായിരുന്നു. ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ കൺമണി. സ്വത്തുക്കൾക്ക് വേണ്ടിയുള്ള മാനസിയുടെ നീക്കങ്ങൾ നല്ലതിനല്ല. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും, അതിനൊരു ഉത്തരം കണ്ടെത്തിയേ മതിയാവുകയുള്ളൂ എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന കൺമണി ഇതേ തുടർന്ന് മാനസയെ ചെന്ന് കാണുന്നു. മാനസയോട് വിവാഹം അടുത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ മാഡം എടുത്ത തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുന്ന മാനസ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേർന്ന സൗഭാഗ്യമാണ്. ഞാനത് വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കാത്തിരുന്ന ഈ അവസരം ഞാൻ എൻ്റെ അനുകൂലമായി ഉപയോഗിക്കുക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കൺമണി ഈ ചതി പുറത്ത് കൊണ്ടുവരണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് കൺമണി കൃഷിനെ ചെന്ന് കാണാൻ തീരുമാനമെടുക്കുന്നു. കൃഷ് ഈ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ എനിക്കും അറിയാം എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതോടെ ആകെ പകച്ചു പോകുന്ന കൃഷ് കൺമണിയോട് കാര്യങ്ങൾ സംസാരിക്കാൻ ഞാനും തയ്യാറാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഈ കാര്യം ഇതേ തുടർന്ന് കേൾക്കാൻ ഇടയാകുന്ന കൺമണി വിവാഹം മുടക്കുക തന്നെ വേണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ്. ഇതേ തുടർന്ന് കൃഷ് തൻ്റെ കൂട്ടുകാരൻ്റെ സഹായവും വിവാഹം മുടക്കുന്നതിനായി ആവശ്യപ്പെടുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.